എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോറി, ഇപ്പോ കേൾക്കാൻ തീരെ സമയമില്ല. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് 12:35 കേൾക്കാം. ഇതെന്തൊക്കെയാ സാറി പറയുന്നത്? പാതിരാത്രി 12:35 അപ്പോഴാണോ ഒരു കാര്യം കേൾക്കുന്നത്? അതുവരെ എനിക്ക് തിരക്കല്ലേ നന്ദിനി. എവിടെ സാറിന് എന്ത് തിരക്കാ? സാറ് വെറുതെ ഇരിക്കല്ലേ? ഓ, അപ്പൊ അത് എനിക്കറിയാം. പിന്നെ എന്തിനാ ഒരു കാര്യം പറയാനുണ്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വേണ്ട വേണ്ടെന്ന് തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? എടോ, തനിക്ക് എന്നോട് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ധൈര്യമായിട്ട് ചോദിച്ചോ. ഓ, അതാണോ? ഞാൻ കരുതി സാറിന് ദേഷ്യം വന്നാണെന്ന്. നന്ദിനി, തന്നോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. പറഞ്ഞ് താൻ എന്നെ ഒരു വഴക്കാളിയാക്കി മാറ്റരുത്. കാര്യം പറ. അത് ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരി. എന്നിട്ട് സമാധാനത്തോടെ പറ. വേറൊന്നുമില്ല സർ. നാളത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കണ്ടേ? പിന്നെ നന്നായിട്ട് നടന്നല്ലേ പറ്റൂ. ആരുടെ ബർത്ത്ഡേയാ? അച്ഛന്റെ അല്ലേ. ഈ വീട്ടില് വേറെ ഏത് ഫംഗ്ഷന് പ്രശ്നം ഉണ്ടായാലും അച്ഛന്റെ ബർത്ത്ഡേ ഫംഗ്ഷനില് ഒരു കുഴപ്പമുണ്ടാവാൻ പാടില്ല. അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്താ പറ. സർ, യതീന്ദ്രൻ സാറിന്റെ മനസ്സിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. സാറിനോ നാളത്തെ ദിവസത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് ഒരു ചെറിയ കാര്യം പോലും നാളെ സംഭവിക്കാൻ പാടില്ല. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അതല്ല സർ, ഞാൻ നാളത്തെ ചടങ്ങിലുണ്ടായാൽ പത്മ മാഡത്തിന് ദേഷ്യം കൂടിക്കൊണ്ടിരിക്കും. ആൾക്കാരെല്ലാരും കൂടുമ്പോ എന്നെ അപമാനിക്കാൻ വേണ്ടി പത്മ മാഡം എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോ സാർ വെറുതെ ഇരിക്കോ? ഇല്ലല്ലോ. സാറും അതിനെതിരെ സംസാരിക്കും. അപ്പൊ വലിയ വഴക്ക് നടക്കും. എന്നിട്ട് അപ്പൊ പിന്നെ ആഘോഷമൊക്കെ ഇല്ലാതാവില്ല സർ. സാറ് സാറിന്റെ അച്ഛനോട് എന്ത് മറുപടി പറയും? അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം തർക്കമൊന്നുമില്ലാതെ സാർ അംഗീകരിക്കണം. കാര്യം പറ. ഞാൻ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് പോവാം. അച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ അടുത്ത്. എന്റെ ഫംഗ്ഷന് കാണാതാവുമ്പോ സാറിനോട് ചിലപ്പോ ചോദിക്കുമായിരിക്കും. അപ്പൊ അവരോട് പറയണം എന്റെ അച്ഛന് സുഖമില്ല, ഞാൻ അത്യാവശ്യമായിട്ട് അവിടെ പോയിരിക്കാന്ന്. എന്നിട്ടെന്താ, ഫംഗ്ഷൻ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു കഴിയുമ്പോ എന്നെ വിളിച്ചാ മതി. ഞാൻ അപ്പൊ ഇങ്ങോട്ട് വന്നാളോ? ആയിക്കോട്ടെ. പക്ഷേ ഇക്കാര്യം അച്ഛനോട് ഞാൻ എങ്ങനെ പറയും? സാറിന് സമ്മതാണെങ്കിൽ യതീന്ദ്രൻ സാറിനോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് സമ്മതാ. ഓക്കെ സർ, എന്നാ ഞാനേ ഇപ്പൊ തന്നെ യതീന്ദ്രൻ സാറിനോട് പോയി പറയട്ടെ. അതെ, നിക്ക്. പറയുമ്പോഴേ അച്ഛനോട് ഒരു കാര്യം കൂടി പറയണം. അച്ഛന്റെ ബർത്ത്ഡേ നേരിട്ട് നിന്ന് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്ന്. അതിന് സാർ എവിടെ പോവാ? അല്ല, തന്റെ അച്ഛന് സുഖമില്ലാന്നുള്ള കാരണമല്ലേ താൻ പറയാൻ പോകുന്നത്. തന്റെ അച്ഛന് സുഖമില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ മനസ്സമാനത്തോടെ ഇവിടെ നിൽക്കുന്നത്? അങ്ങനെ എല്ലാവരും ചിന്തിക്കില്ലേ? അയ്യേ, അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല സർ. എല്ലാവരും ചിന്തിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. താനേ മാറി നിന്നാണ് ഈ ഫംഗ്ഷൻ കാണുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നത്? അച്ഛന്റെ ബർത്ത്ഡേ സാറില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? എടോ, തനിക്ക് അയോഗ്യതയുള്ള ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കണ്ട, അത്രേ ഉള്ളൂ. അന്തരേ, ഈ ഫംഗ്ഷൻ അച്ഛൻ ഒരിക്കലും മറക്കാത്ത തരത്തില് നമ്മൾ നടത്തും. അത്രയ്ക്ക് സന്തോഷത്തോടെ. അല്ലാതെ വേറൊരു കാര്യം ഇതിനിടയിൽ ആലോചിക്കണ്ട.